നമസ്കാരം, ന്യൂസ് കാനിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിൽ ഒരു പ്രതിപക്ഷമുണ്ടോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അടിമാലി സ്വദേശിനി മറിയക്കുട്ടി ചേടത്തിയെയും റോബിൻ ബസ് ഉടമ ഗിരീഷിനെയും ചൂണ്ടിക്കാണിക്കേണ്ട അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ്. ധൂർത്തും കെടുകാര്യസ്ഥതയും അതിൻ്റെ സകല സീമകളും ലംഘിച്ച് സർക്കാർ അതിൻ്റെ പരകോടിയിലെത്തി നിൽക്കുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുവാൻ, അവരുടെ നിലപാടുകൾ വ്യക്തമാക്കുവാൻ ഇപ്പോൾ കേരളത്തിൽ അവശേഷിക്കുന്നത് ഇവർ രണ്ടുപേര് മാത്രം. എല്ലാ കെടുതികളും ഏറ്റുവാങ്ങേണ്ടി വരുന്ന സാധാരണക്കാരായ മനുഷ്യര് ഇവരെ പിന്തുണയ്ക്കുന്നത് ഈ നാടിൻ്റെ ഇന്നത്തെ അവസ്ഥയാണ് പ്രതിഫലിപ്പിക്കുന്നത്. ന്യൂസ് കാൻ ആരംഭിക്കുന്നു. ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. കഴിഞ്ഞ ഒരാഴ്ചയായി മലബാറിലെ വിവിധ നഗരങ്ങളെ ആകമാനം സ്തംഭിപ്പിച്ചുകൊണ്ട് മന്ത്രിസഭാ വണ്ടിയും പിന്നെ മന്ത്രിമാരുടെ വണ്ടികളും പിന്നെ അനുബന്ധ ശകടങ്ങളും അങ്ങനെ ചീറിപ്പായുകയാണ്. കേരളത്തിലെ ആവലാതിക്കാരനെയും പരവശന്മാരെയും നേരിൽ കണ്ട് കാര്യങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കാൻ എന്ന പ്രചരണത്തോടെയാണ് നവകേരള സദസ്സ് പൊടി പൊടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നര കോടിയുടെ ബസ്സിൽ മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും കാസർഗോഡ് പൈവെളികയിൽ തയ്യാറാക്കിയ വേദിയിലേക്ക് വന്നിറങ്ങുകയും CPM-ന്റെ താൻപോരിമകൾ പ്രകടമാക്കി നാട്ടുരാജാവിനെ പോലെ തലപ്പാവുമണിഞ്ഞ് ജനകീയമെന്ന് വിളിക്കുന്ന ഒരു പരിപാടിയുടെ ഉദ്ഘാടന മഹാമഹത്തിൻ്റെ കാഴ്ചകളാണിത്. മുൻപ് കേരളം ഭരിച്ച സമാദരണീയനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പാവപ്പെട്ടവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ആവലാതികൾ ശ്രദ്ധയോടെ കേട്ടും അവരുടെ നിവേദനം കൈപ്പറ്റിയും 2 ഗ്ലാസ് കഞ്ഞിവെള്ളം മാത്രം കുടിച്ച് നീണ്ട 24 മണിക്കൂറുകളിലധികം ഒറ്റ നിൽപ്പിൽ നിന്ന് ലക്ഷക്കണക്കിന് ആവലാതികൾക്ക് പരിഹാരം വരുത്തിയത് കേരളത്തിൽ ആർക്കും വിസ്മരിക്കാനാകാത്ത അനുഭവം തന്നെയാണ്. എന്നാൽ അതേ മാതൃകകൾ അനുകരിച്ച് നടത്തുന്ന CPM-ന്റെ നവകേരള സദസ്സ് തൂർത്തുകൊണ്ടും പൊതുജന പിന്തുണ ഇല്ലാതെ പോകുന്നത് കൊണ്ടും അവർക്ക് തന്നെ തിരിച്ചടിയായി മാറുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 1,05,00,000 ആഡംബര ബസ്സിൽ പിണറായിയും മന്ത്രിമാരും നാട് ചുറ്റുന്നുവെന്ന് കേട്ടപ്പോൾ തന്നെ കടുത്ത വെറുപ്പിക്കൽ അനുഭവമാണ് കേരളത്തിലുണ്ടായത്. ഒരു നില മാത്രമുള്ള വീട്ടിൽ ലിഫ്റ്റ് വെച്ചതുപോലെ ആഡംബര ബസ്സിലേക്കൊന്ന് കയറുവാൻ മുഖ്യമന്ത്രിക്ക് ഹൈഡ്രോളിക് ലിഫ്റ്റ് സംവിധാനങ്ങളുണ്ട്. ബസ്സിനകത്ത് ആഡംബരമൊന്നുമില്ലെന്നും പ്രതിയോഗികൾ പടച്ചുവിടുന്നത് വെറും കിംവദന്തികളാണെന്നും മന്ത്രിമാരുടെയും മറ്റും വാഹനങ്ങൾ ഒന്നും വേറെ ഓടി ചെലവ് കൂട്ടാതെ ചെലവ് ചുരുക്കാനുള്ള പരിപാടിയാണെന്നുമൊക്കെയായിരുന്നു മുൻപ് വന്ന ന്യായീകരണങ്ങൾ. എന്നാൽ എല്ലാം വെറും പച്ചക്കള്ളങ്ങൾ മാത്രമാണെന്നും ആഡംബര ബസ്സിൻ്റെ തൊട്ടുപുറകെ ഒന്നിനു പുറകെ ഒന്നായി മന്ത്രിമാരുടെ വാഹനങ്ങളടക്കം വാഹനങ്ങളുടെ നീണ്ട നിര തന്നെ ഒഴുകുമ്പോൾ ഇതേത് തരത്തിലുള്ള ചെലവ് ചുരുക്കലാണെന്നറിയാതെ ജനങ്ങൾ അന്തം വിട്ടു നിൽക്കുകയാണ്. പച്ചക്കള്ളങ്ങളും പൊങ്ങച്ചങ്ങളും സമാസമം ചേർത്തുള്ള പ്രസംഗങ്ങളും പൊതുജനങ്ങളെ കാണാനും അവരുടെ പരാതി കേൾക്കാനുമാണ് ഈ യാത്രയെന്ന് പറയുമ്പോഴും അവരെ എല്ലാം ആകുന്നത്ര അകലത്തിൽ അകറ്റി നിർത്തി പാർട്ടിക്ക് പ്രയോജനപ്പെടുന്നവരായ കച്ചവടക്കാരെയും കാശുള്ളവരെയും മതനേതാക്കളെയും അങ്ങനെ സമൂഹത്തിൽ സ്വാധീനമുള്ളവരെയും മാത്രം പൗരപ്രമുഖരെന്ന പേരുമിട്ട് വിളിച്ചു വരുത്തി അടുത്ത് കണ്ട് അങ്ങനെ തുടരുകയാണ് ഈ പര്യടനം. ബസ്സിലിരുന്ന് എഴുന്നള്ളുന്ന മുഖ്യമന്ത്രിയും മന്ത്രിമാരും ബസ്സിൽ നിന്ന് ഇറങ്ങി നേരെ പ്രസംഗവേദിയിലേക്ക് കുറേ പ്രസംഗം നടത്തി കഴിഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു. പിന്നെ വിശ്രമം, രാവിലെ പരിവാരങ്ങളെ കൂട്ടിയുള്ള നടത്തവും അതിനെ തുടർന്ന് പതിവ് പോലെ പൗരപ്രമുഖന്മാരുടെ മീറ്റിങ്ങും. ഈ യാത്രാ പ്രഹസനങ്ങളെയൊക്കെ കണ്ട് മനം മടുത്ത KCBC ഇതിനെക്കുറിച്ച് പറഞ്ഞത് സഞ്ചരിക്കുന്ന ജൈവ പ്രദർശനമെന്നായിരുന്നു. അഹിംസാത്മകമായി കരിങ്കൊടിയോടും കറുപ്പിനോടും ഇത്ര പിണക്കം തോന്നാൻ എന്തായിരിക്കും കാരണം?
ആദിമത്തിൽ നിന്ന് ആരംഭിച്ചതാണ് ഈ കഥ. ശ്രീ ബാലൻ പ്രവചന സ്വരത്തിൽ ചിലത് പറഞ്ഞു. ഇതെല്ലാം മ്യൂസിയത്തിലേക്കാണ് എന്ന്. നവകേരള പ്രദർശനശാല ബസ്സും അതിനൊപ്പം സഞ്ചരിക്കുന്ന ആശയങ്ങളും ഭാവിയിൽ മ്യൂസിയത്തിലെത്തും. ഒപ്പം സഞ്ചരിക്കുന്ന ഇടങ്ങളിലെ അത്താഴപ്പട്ടിണിക്കാരും പെൻഷൻ കിട്ടാത്തവരും കൈക്കൂലി കൊടുക്കാത്തതിനാൽ ഉദ്യോഗസ്ഥരാൽ അവഹേളിതരായ ജീവിതം ഒടുക്കിയവരുടെ പ്രേതങ്ങളും 4 വോട്ടിന് വേണ്ടി പ്രത്യയശാസ്ത്രം പണയം വെച്ച് മതതീവ്രവാദത്തിന് കളമൊരുക്കി കയറൂരിവിട്ട് ഇവിടെ ഭ്രാന്തുകൾ സൃഷ്ടിക്കുന്നവരും സ്വന്തമായി മാർക്ക് തിരുത്താൻ കഴിയാത്തവരും ദേശീയ അന്തർദേശീയ മതതീവ്രവാദികളുടെ ജാതിമത വർഗവർണ്ണ യുദ്ധങ്ങളും എല്ലാം ചേർന്ന് കേരളം ഒരു വിശാല ജൈവ മ്യൂസിയം ആകും. പിണറായിക്ക് മുകളിൽ ഇമേജ് ഉള്ളതും പാർട്ടിയുടെ ജനവിരുദ്ധ നിലപാടുകൾക്ക് വിരുദ്ധമായി തൻ്റെ നിലപാടുകൾ തുറന്നു പറയുന്ന KK ശൈലജ ടീച്ചറുമായി വേദി പങ്കിടുവാൻ കഴിവതും താല്പര്യം കാണിക്കാത്ത പിണറായി വിജയൻ കണ്ണൂർ വെച്ച് ടീച്ചർ അധ്യക്ഷം വഹിച്ച ചടങ്ങിൽ അധ്യക്ഷ പ്രസംഗം നടത്തിയപ്പോൾ അതല്പം നീണ്ടുപോയത് നവകേരള സദസ്സ് ക്യാപ്റ്റൻ്റെ കലിപ്പിന് കാരണമായി മാറി. അവിടെ ടീച്ചറെ പരിഹസിച്ചിട്ട് ഒന്നും പ്രസംഗിക്കാതെയാണ് ക്യാപ്റ്റൻ സ്ഥലം വിട്ടത്. പരാതികളെല്ലാം ഉദ്യോഗസ്ഥരുടെ കയ്യിൽ തന്നെ കൊടുത്ത് ജനങ്ങൾ മടങ്ങുകയാണിപ്പോൾ. പൊതുജനങ്ങളെ പ്രതിസന്ധിയിലാക്കി തങ്ങളുടെ അപേക്ഷകൾ ചുവപ്പ് നാടയിലിട്ട് കുരുക്കിക്കളിക്കുന്ന അതേ ഉദ്യോഗസ്ഥരുടെ തന്നെ അടുത്ത് അവർക്കെതിരെയുള്ള പരാതികളുമായി ചെല്ലേണ്ട ഗതികേട് പിണറായിയുടെ കേരളത്തിലെ നവകേരള സദസ്സിനെത്തിയവർ അനുഭവിക്കുന്ന ദുരിതങ്ങളാണ്. ഈ പരാതികളെല്ലാം പ്രോസസ്സ് ചെയ്ത് ദ്രുതഗതിയിൽ കാര്യങ്ങൾ നടക്കുമെന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ടെങ്കിലും ബ്യൂറോക്രാറ്റുകൾ ഉണ്ടാക്കിയ കുരുക്കുകൾ അവർ തന്നെ അഴിക്കുമെന്ന് പറഞ്ഞ് പാവപ്പെട്ട ജനങ്ങളെ കബളിപ്പിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഉദ്യോഗസ്ഥന്മാർ ഈ നിവേദനങ്ങളൊക്കെ ഒന്ന് ഫോർവേഡ് ചെയ്തിട്ട് വേണ്ടേ പരിഹാരം ഉണ്ടാകുവാൻ. അതല്ല ഉദ്യോഗസ്ഥന്മാർ ഇമാതിരി അദാലത്ത് കൂടി പരാതികൾക്ക് പരിഹാരം വരുത്തുമെങ്കിൽ എന്തിനാണ് ഇങ്ങനെ 1 കോടിയുടെ ബസ്സിലും അനുബന്ധമായി 100 കണക്കിന് വാഹനങ്ങളിലുമൊക്കെ ഒരു മന്ത്രിസഭ മൊത്തത്തിൽ തിരുവെഴുന്നള്ളിപ്പ് നടത്തി തൂർത്തടിച്ച് ഇങ്ങനെ ഒരു പ്രഹസനം നടത്തുന്നത്? പൊതുഖജനാവ് തൂർത്തടിച്ചുകൊണ്ട് പിണറായിയും കൂട്ടരും നടത്തുന്ന ഈ കൊള്ളയ്ക്കെതിരെ കണ്ണൂരിൽ യൂത്ത് കോൺഗ്രസ്സുകാർ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. അവരെ CPM-ൻ്റെയും DYFIയുടെയും പ്രവർത്തകർ ചെടിച്ചട്ടി കൊണ്ടും ഹെൽമറ്റ് കൊണ്ടും അതിക്രൂരമായി മർദ്ദിച്ചു. യൂത്ത് കോൺഗ്രസ്സുകാരെ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചത് ഭീകര ആക്രമണമാണെന്ന് പറഞ്ഞുകൊണ്ട് EP കൺവീനർ ആദ്യം രംഗത്ത് വന്നു. തൊട്ടു പിന്നാലെ ചെടിച്ചട്ടി കൊണ്ടുള്ള DYFI ഗുണ്ടകളുടെ ആക്രമണത്തെ രക്ഷാപ്രവർത്തനമായിരുന്നുവെന്ന് പറഞ്ഞുകൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെ ന്യായീകരണമാണ് കടുത്ത പ്രതിഷേധത്തിന് കാരണമായിരിക്കുന്നത്. ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ എന്താണ് നടക്കുന്നത്. ഒരാളിന്റെ മേലെ ചാടി വരികയാണ്. ഈ ചാടി വരുന്നയാളെ ചില ചെറുപ്പക്കാർ കൂടി അങ്ങോട്ട് പിടിച്ചു മാറ്റുന്നുണ്ട്, അങ്ങോട്ട് തള്ളി മാറ്റുന്നുണ്ട്. അത് രക്ഷിക്കാനല്ലേ, ജീവൻ രക്ഷിക്കാനല്ലേ. ജീവൻ അപകടപ്പെടുത്താനുള്ള തരത്തിൽ ചാടി വരുമ്പോൾ അതിനെ നല്ല ബലം പ്രയോഗിച്ച് തന്നെ അങ്ങോട്ട് മാറ്റണമല്ലോ. ആ മാറ്റലാണ് നടക്കുന്നത്. ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, ഞാൻ ആ ബസ്സിന്റെ മുമ്പിലിരിക്കുകയല്ലേ, എൻ്റെ കൺമുന്നിലല്ലേ ഇത് നടക്കുന്നത്. അവരിങ്ങനെ തള്ളി മാറ്റുകയാണ് അയാൾ. ഇതെല്ലാം നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരുന്ന കാര്യമല്ലേ. അതൊരു അക്രമമാണ്. അത് ബസ്സിന്റെ മുന്നിലേക്ക് ചാടി അയാൾ അപകടപ്പെടാതിരിക്കാനുള്ള, ജീവൻ രക്ഷിക്കാനുള്ള മാർഗമാണ്. അവിടെ നിങ്ങൾക്ക് വേദന പറ്റുമോ നോക്കിയിട്ട് കാര്യമില്ല. അയാളെ പെട്ടെന്ന് തള്ളി മാറ്റലാണ് പ്രധാനം. ഒരു തീവണ്ടി വരുന്നു, ഒരാളവിടെ കടന്നുപോയി, അയാൾ എടുത്തെറിയില്ലേ. ചിലപ്പോൾ അയാൾ എടുത്തെറിഞ്ഞാൽ അയാൾക്ക് അപകടം പറ്റുമെന്നാണോ ചിന്തിക്കുക? അയാൾ ജീവൻ രക്ഷിക്കുന്നതല്ലേ പ്രധാനം. ആ ജീവൻ രക്ഷാ രീതിയാണ് DYFIക്കാർ സ്വീകരിച്ചത്. അത് മാതൃകാപരമായിരുന്നു. ആ രീതികൾ തുറന്നു പോകണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാറുള്ളത്. എങ്ങനെയുണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിച്ചതച്ച് കൊല്ലാറാക്കിയ ഈ അതിക്രമത്തെ മാതൃകാപരമെന്നും അതിനിയും തുടരണമെന്നും പറയുന്ന ഒരു മുഖ്യമന്ത്രിയുടെ മനോനില? പണ്ട് കണ്ണൂരിൽ പോലീസ് അക്കാഡമി ഉദ്ഘാടനം ചെയ്യാൻ വന്ന ഉമ്മൻചാണ്ടിയെ കരിങ്കല്ലുകൊണ്ടെറിഞ്ഞ് നെഞ്ചും നെറ്റിയും പൊട്ടിച്ചവരെ ഇപ്പോൾ ശാന്തമായ കരിങ്കൊടി പ്രതിഷേധം ഭീകര ആക്രമണമാണെന്നും പ്രതിഷേധക്കാരുടെ തലതൊല്ലിപ്പട്ടിച്ചത് മാതൃകാപരമാണെന്നുമൊക്കെ പറഞ്ഞു നടക്കുന്നത് വാസ്തവത്തിൽ കേരളത്തിന് തന്നെ ആകെ അപമാനമാണ്. ഇതുകൊണ്ടൊന്നും തങ്ങൾ പിന്നോട്ടില്ലെന്നും മുഖ്യമന്ത്രിയെ തിരുവനന്തപുരം വരെ കരിങ്കൊടി കാണിക്കുമെന്നും
പിണറായിയെ കേരളത്തിലെ ജനങ്ങൾ അപമാനിച്ച് ഇറക്കി വിടുമെന്നും പറഞ്ഞുകൊണ്ട് സതീശനും, ഇത് ജനസദസ്സല്ല മറിച്ച് ഗുണ്ടാ സദസ്സാണെന്ന് പറഞ്ഞുകൊണ്ട് സുധാകരനും, DYFI ഇനി വിജയൻ സേന എന്നറിയപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടവും രംഗത്തെത്തിയിരിക്കുകയാണ്. എന്തിനാണ് ഇങ്ങനെ ധൃതി പിടിച്ച് ഒരു ജനകീയ പരിപാടി എന്നൊരു ധൂർത്ത് നടത്തി തലപ്പാവും വെച്ച് നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കുന്നത് എന്ന പൊതുജനങ്ങളുടെ അടക്കം പറച്ചിലിന് അതിനുള്ള ഒരു മറുപടി അന്തരിച്ച CPM-ന്റെ നേതാവ് കോടിയേരി ബാലകൃഷ്ണൻ നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ജനസമ്പർക്ക പരിപാടി നടക്കുന്ന ഇപ്പോൾ എല്ലാ സ്ഥലത്തും കണ്ടില്ലേ? മുഖ്യമന്ത്രി തലയിൽ മുണ്ടിട്ടിട്ട് തലേദിവസം രാത്രി തന്നെ കയറിയിരിക്കുക, ജനസമ്പർക്കം എന്ന് പറഞ്ഞു. 5600 പോലീസ് എല്ലാ സ്ഥലത്തും ജനസമ്പർക്കം. മുഖ്യമന്ത്രിയെ കാണാൻ കഴിയാത്ത ഇതേ കാറ്റഗറിയിൽപ്പെട്ട ആയിരക്കണക്കിന് ആളുകൾ പുറത്ത് നിൽക്കുന്നില്ലേ? മുഖ്യമന്ത്രി ചെയ്യേണ്ടതാ ഇങ്ങനെയുള്ള കേസിൽപ്പെട്ട ആൾക്ക് ഒരു പൊതു ഉത്തരവ് കൊടുത്തുകൂടെ? ഇങ്ങനെയുള്ള എല്ലാവർക്കും കൊടുക്കുന്നു. അതല്ലേ KM മാണി ചെയ്തത്, കാരുണ്യ പദ്ധതി. അതുവഴി 200 കോടി രൂപ 20 മാസം കൊണ്ട് മാണി കൊടുത്തില്ലേ? ഇങ്ങനെ സമ്പർക്കം നടത്തി മാമാങ്കം നടത്തിയില്ല. അപ്പോൾ ഇത് അടുത്ത തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സമ്പർക്കമാണ്. ഒരാനുകൂല്യം പ്രഖ്യാപിക്കും, അത് എല്ലാവർക്കും കിട്ടണം. എന്നെ വന്ന് കാണുന്നവർക്ക് മാത്രം ആനുകൂല്യം കൊടുക്കുക എന്നുള്ളത് പണ്ട് രാജാവ് ചെയ്തതാണ്. രാജാവിനെ പോയി കാണുന്നവർക്ക് എന്തെങ്കിലും കൊടുക്കുക പ്രജകൾക്ക്. ഇപ്പോൾ ഒരു രാജാവും കുറേ പ്രജകളും ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ സ്ട്രെച്ചറിൽ ഇങ്ങനെ ഇരുത്തുക, എന്നിട്ട് ടെലിവിഷനിൽ ഇങ്ങനെ കാണിക്കുക, എന്നിട്ട് വൈകുന്നേരം രാജാവ് പ്രത്യക്ഷപ്പെടുക, 25,000 രൂപ അനുവദിച്ചിരിക്കുമെന്ന് പ്രഖ്യാപിക്കുക. ഇതിൻ്റെ കാര്യം എന്താ? അങ്ങനെയുള്ള രോഗികൾക്കെല്ലാം ഇത്ര പൈസ കൊടുക്കുമെന്ന് ഗവൺമെൻറ് ഒരു പ്രഖ്യാപനം നടത്തിയാൽ പോരെ? ഉദ്യോഗസ്ഥന്മാർ കൊടുക്കൂലേ? മുഖ്യമന്ത്രി പറയുന്നത് ഉദ്യോഗസ്ഥൻ പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണല്ലോ സേവനാവകാശ നിയമം ഉണ്ടാക്കിയത്. ആ സേവനാവകാശ നിയമം പാസ്സാക്കിയിട്ട് ഇതുവരെയായി നടപ്പാക്കാൻ കഴിയാത്തത് എന്താ? അപ്പോൾ ഇത് ഗവൺമെൻറ് ചെയ്യേണ്ടത് ഉദ്യോഗസ്ഥന്മാരെ പ്രവർത്തിപ്പിക്കണം. അത് പ്രവർത്തിപ്പിക്കാൻ കഴിയാത്തത് ഈ ഗവൺമെൻറ് കഴിവുകേട്. അടുത്തിടെ കേന്ദ്ര സർക്കാർ പാസാക്കിയ ദേശീയ പെർമിറ്റ് നിയമമനുസരിച്ച് പത്തനംതിട്ടയിൽ നിന്ന് കോയമ്പത്തൂരേക്കുള്ള ബസ് സർവീസ് KSRTCയെ വെല്ലുന്ന തരത്തിൽ വിജയകരമായി നടത്തിയ റോബിൻ മോട്ടോഴ്സ് എന്ന സ്വകാര്യ ബസ്സിനോടും അതിൻ്റെ ഉടമസ്ഥനായ ബേബി ഗിരീഷിനോടും കേരളത്തിലെ മോട്ടോർ വാഹന വകുപ്പിനുണ്ടായത് കൊടിയ അസഹിഷ്ണുതയായിരുന്നു. ഫിറ്റ്നസിൽ നിന്ന് ചൂണ്ടിക്കാട്ടി അവർ കാട്ടിക്കൂട്ടിയത് ഒരു ഒന്നൊന്നര പകപോക്കലായിരുന്നു. അതിനുശേഷം റോബിൻ മോട്ടോഴ്സ് വീണ്ടും നിരത്തിലിറങ്ങിയപ്പോൾ അങ്ങേയറ്റം ഹീനമായ തരത്തിൽ പുറകെ നടന്ന് പകപോക്കുകയായിരുന്നു മോട്ടോർ വാഹന വകുപ്പും കേരള സർക്കാരും. മാസങ്ങൾക്ക് മുമ്പ് MVD ചുമത്തിയ ഇല്ലാത്ത ന്യൂനതകളെല്ലാം പരിഹരിച്ച് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും ഒപ്പം ട്രിപ്പ് തടയരുത് എന്നുള്ള ഹൈക്കോടതിയുടെ സംരക്ഷണ വിധിയുമൊക്കെ വാങ്ങി സർവീസ് പുനരാരംഭിക്കുന്ന ആദ്യ ട്രിപ്പിൽ തന്നെ റോബിൻ സർവീസ് ചട്ടലംഘനം കാണിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി 75,000 രൂപ പിഴയിട്ടുകൊണ്ട് പത്തനംതിട്ട MVD തുടങ്ങി വെച്ച പകപോക്കൽ അന്ന് തന്നെ കേരളത്തിൽ 3 ഇടത്താണ് ആവർത്തിച്ചത്. നിക്ഷേപ സൗഹൃദ കേരളമെന്നൊക്കെ കൊട്ടിഘോഷിച്ചിട്ട് ഒരു കൈക്കും ഒരു കാലിനും സ്വാധീനമില്ലാത്ത ഒരു പാവപ്പെട്ടവൻ ഉപജീവനത്തിന് വേണ്ടി ഒരു ബസ് വാങ്ങി ഓടിക്കുമ്പോൾ അതിനെതിരെ ക്രൂരമായ പകപോക്കലുമായി രംഗത്ത് വന്ന പിണറായിയുടെ മോട്ടോർ വെഹിക്കിൾമാരെ കൂകി ഓടിച്ചുകൊണ്ട് പരിശോധനയ്ക്ക് വന്നയിടത്തൊക്കെ റോബിന് നാട്ടുകാർ ഉജ്ജ്വലമായ സ്വീകരണവും വരവേൽപ്പുമാണ് നൽകിയത്. വ്യക്തമായി പറഞ്ഞാൽ ഈ സ്വീകരണം പിണറായി ഭരണം മടുത്ത കേരളത്തിലെ ജനങ്ങളുടെ പ്രതിഷേധം കൂടെയാണ്. പക്ഷേ പക തോന്നുന്നവരോട് ഏതറ്റം വരെ പോയിട്ടായാലും പക തീർക്കുക എന്നുള്ളത് നയമായി സ്വീകരിച്ചിരിക്കുന്ന ജനവിരുദ്ധ ഭരണകൂടം അവരുടെ സ്വാധീനം ഉപയോഗിച്ച് തമിഴ്നാട്ടിലും റോബിൻ ബസിനെതിരെ പരിശോധനകൾക്കും പിഴ ഈടാക്കുന്നതിനും ആളെ നിർത്തുകയുണ്ടായി. ഇന്ത്യ ഗവൺമെൻറ് പാസാക്കിയ ഒരു നിയമത്തിൻ്റെ പിൻബലത്തിൽ വണ്ടി ഓടിച്ചു എന്ന ഒറ്റ കുറ്റത്തിൻ്റെ പേരിൽ 4 തവണയാണ് പിഴയൊടുക്കേണ്ടി വന്നത്, 1 ലക്ഷത്തിലധികം രൂപ. തമിഴ്നാട് സർക്കാരാകട്ടെ 6 ദിവസത്തേക്ക് ബസ് പിടിച്ചെടുക്കുകയും ചെയ്തു. എല്ലാം സമ്മതിച്ച മട്ടിൽ നിന്ന ബേബി ഗിരീഷ് നേരെ സുപ്രീം കോടതിയിലേക്ക് പോയി കേന്ദ്രം പാസാക്കിയ ദേശീയ പെർമിറ്റ് നിയമത്തിൻ്റെ പിൻബലത്തിൽ
സംസ്ഥാന നടപടികളുടെ നിയമസാധ്യത ആരാഞ്ഞു. കോടതിയാകട്ടെ 2 സംസ്ഥാനങ്ങളെയും എടുത്തിട്ട് കുടഞ്ഞു കളഞ്ഞു. കേരളത്തിൻ്റെ വാക്കുകേട്ട് റോബിനെ പൊക്കിയ തമിഴ്നാട് സർക്കാരാകട്ടെ അപകടം മണത്ത് മാപ്പ് പറഞ്ഞ് പിഴ പോലും വാങ്ങാതെ റോബിനെ ഊരിവിട്ട് തടിതപ്പി. റോബിനാകട്ടെ തമിഴ്നാട്ടിലൂടെ നെഞ്ചും വിരിച്ച് പത്തനംതിട്ട ബോർഡും വെച്ച് കേരളത്തിലേക്ക് വണ്ടി ഓടിച്ചു പോന്നു. കനത്ത തിരിച്ചടിയുടെ ചമ്മലിൽ കേരള MVDകൾ അന്നേ ദിവസം പുറത്തിറങ്ങിയതേയില്ല. ഇതിനിടയ്ക്ക് റോബിൻ ബസിനെതിരെ ഹൈക്കോടതിയിലെത്തിയ KSRTCയെയും കോടതി കണ്ടം വഴി ഓടിച്ചു. ശബരിമല സീസൺ തുടങ്ങിയതോടെ കനത്ത തുക ഈടാക്കി ഗുണനിലവാരമില്ലാത്ത ബസ്സിൽ തീർത്ഥാടകരെ ഇറക്കുന്ന KSRTCയുടെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ ഒന്നിനു പുറകെ ഒന്നായി ബസ്സുകൾ പമ്പയ്ക്ക് ട്രിപ്പ് തുടങ്ങാൻ പോവുകയാണ്. ക്രൈസ്തവ വിശ്വാസിയായ ഗിരീഷിൻ്റെയും കുടുംബത്തിൻ്റെയും വിശ്വാസവും പ്രാർത്ഥനയും കൊണ്ട് തളർന്നു കിടന്ന അവസ്ഥയിൽ നിന്ന് എഴുന്നേറ്റ് ധീരമായി പോരാടുന്ന ഗിരീഷ് തൻ്റെ സഹോദരങ്ങളെയും തൻ്റെ കുടുംബത്തെയും എല്ലാം ചേർത്ത് പിടിച്ച് നല്ല രീതിയിൽ കുടുംബം നോക്കുന്ന ഒരു വ്യക്തിയാണ്. അവയെല്ലാം അദ്ദേഹത്തിൻ്റെ ഭാര്യ നിഷയുടെ ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നുണ്ട്. കുഞ്ഞുങ്ങൾ മൂത്തയാൾക്ക് 2.5 വയസ്സും ഇളയാൾക്ക് 1.5 വയസ്സും ഉള്ളൂ. കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷം ആകുന്നതേ ഉള്ളൂ. അപ്പം നമ്മളതെല്ലാം സ്ട്രഗിൾ ചെയ്തു. അന്ന് അത് സ്ട്രഗിൾ ചെയ്യാൻ പറ്റിയെങ്കിൽ ഇന്നത്തെ ഈ കാര്യമൊന്നും നമുക്ക് ഒന്നുമല്ല. നമുക്കൊരാവശ്യം വരുമ്പം നമുക്ക് ചുറ്റും ഇപ്പൊ തന്നെ ഗിരീഷ് ഒരു 3 ദിവസത്തേക്ക് ഇവിടുന്ന് മാറി. ഇപ്പം ഈ പുള്ളി ഓർത്ത് എനിക്ക് ഒത്തിരി മനസ്സിന് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം മോനെ പഠിക്കുന്നിടത്തുനിന്ന് വന്നതായിരുന്നു, അവൻ തിരിച്ചു പോകുന്ന സിറ്റുവേഷൻ. പക്ഷെ മക്കൾ എൻ്റെ അടുത്ത് പറഞ്ഞത്, അപ്പൻ പോയ കാര്യം നടത്തി തിരിച്ചു വരട്ടെ, അമ്മ എന്തിനാ അപ്പനെ ഇവിടെ കൊണ്ടുവരാൻ നോക്കുന്നേ, എനിക്ക് ഒരു പ്രശ്നവുമില്ല അമ്മേ, ഞാൻ പൊക്കോളാം, അപ്പൻ വിജയിച്ചു വരണം. തീർച്ചയായും ഈ സഹോദരിയുടെ വാക്കുകൾക്ക് ഈ കാലഘട്ടത്തിൽ വളരെ മൂല്യമുണ്ട്. എന്നാൽ തങ്ങൾക്കെതിരെ വെല്ലുവിളിക്കുന്നവരെ നിയമത്തിൻ്റെ വഴിയിൽ പൂട്ടുവാൻ പറ്റിയില്ലെങ്കിൽ വ്യാജക്കേസിൽ കൊടുക്കുന്ന തരംതാന്ന ഒരു രീതി ഇപ്പോൾ റോബിനെതിരെ പുറത്തു കൊണ്ടുവന്ന് തൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ മുഖ്യമന്ത്രിക്ക് ഗിരീഷിനെതിരെ പരാതി കൊടുത്തിരിക്കുകയാണ് ചില തൽപര കക്ഷികൾ. കേരളത്തെ തൂർത്തടിച്ച് വലിയ നാശത്തിലേക്ക് തള്ളിവിടുന്നവരുടെ മുമ്പിൽ ഉന്നതരായ പലരും കീഴടങ്ങി തലകുനിച്ച് നിൽക്കുമ്പോൾ അവർ ചെയ്യുന്ന അഴിമതിക്കും തൂർത്തിനുമെതിരെ ഒറ്റയാൾ പോരാട്ടം നടത്തി അവരെ വിറപ്പിച്ച് വിജയിച്ച് നിൽക്കുന്ന 2 പേരുണ്ട് ഇപ്പോൾ കേരളത്തിൽ. അതിലൊന്ന് പാലക്കാരൻ റോബിൻ ഗിരീഷും അടിമാലിക്കാരി മറിയക്കുട്ടി വല്യമ്മച്ചിയുമാണ്. ഇവർ കാണിക്കുന്ന തളരാത്ത ആ പോരാട്ട വീര്യം അതേ തീവ്രതയോടെ തന്നെ കേരള സമൂഹം ഏറ്റെടുക്കേണ്ടതാണ്. നിക്ഷേപ സൗഹൃദത്തിൻ്റെ അങ്ങേയറ്റമാണ് കേരളമെന്ന് ഭരണകൂട പ്രൊഫൈലുകൾ തള്ളിമറിക്കുമ്പോഴും കേരളം ഉന്നതങ്ങളിലേക്കല്ല അഗാധ കൂപത്തിലേക്ക് കൂപ്പുകുത്തുകയാണെന്നുള്ള സത്യം പൊതുജനങ്ങളെ ഓർമ്മിപ്പിച്ചുണർത്തിക്കൊണ്ട് ഒരുവൻ ഒരു മുഴം കയറിൽ തൂങ്ങിയും വേറൊരുവൻ കോട്ടും സൂട്ടുമിട്ട് തൻ്റെ സംരംഭമായ ബസിൻ്റെ മുമ്പിലിരുന്ന് ലോട്ടറി വിറ്റും നട്ടുച്ചയ്ക്ക് നടുറോഡിൽ പായ വിരിച്ച് കിടന്നുകൊണ്ട് മറ്റൊരാളും കേരളത്തിൽ പണം നിക്ഷേപിച്ച സംരംഭകർ തങ്ങളുടെ ഗതികേട് ഇങ്ങനെ പരസ്യമാക്കുമ്പോഴും ഉളുപ്പ് ലവലേശമില്ലാതെ നവകേരളം സൃഷ്ടിക്കാൻ 1 കോടിയുടെ ബസ്സിൽ പ്രജകളെ കാണാൻ തമ്പുരാൻ എഴുന്നള്ളുകയാണ്. സർക്കാരിൻ്റെ ദുഷിച്ച വ്യവസ്ഥിതികളോട് കലഹിച്ച് തൻ്റെ ഇടമായി വണ്ടിയിറക്കിയ റോബിനൊപ്പം കേരളത്തിലെ പൊതുജനങ്ങളും ഒത്തുചേരുകയാണ് എന്നുള്ളതാണ് സത്യം. പിഴ ചുമത്തിയും കസ്റ്റഡിയിലെടുത്തും റോബിൻ ബസ് തടയുമ്പോൾ വാസ്തവത്തിൽ ഈ ഉദ്യോഗസ്ഥരെല്ലാം കൂടി സർക്കാരിനെ പരമാവധി നാറ്റിക്കുകയും ജനങ്ങൾ വെറുത്തകന്നു പോകുവാൻ കാരണമാക്കുകയും ചെയ്യുകയാണ്. അത് ഈ സർക്കാരിനെ നയിക്കുന്നവരൊട്ട് മനസ്സിലാക്കുന്നുമില്ല. 50 ദിവസങ്ങളോളം എത്തുന്ന യുദ്ധത്തിൻ്റെ നടുവിൽ ഹമാസ് ഉന്മൂലനമെന്ന ലക്ഷ്യത്തിലെത്താതെ ഇസ്രായേൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ച വാർത്ത ഹമാസ് അനുകൂലികൾക്ക് അനൽപമായ ആഹ്ലാദം നൽകുന്ന വാർത്തയായിരുന്നു. ഇസ്രായേൽ മുട്ടുമടക്കിയെന്ന് കൊട്ടിഘോഷിച്ച് അവരതങ്ങോട്ട് ആഘോഷിച്ചു. പോരാളികളെന്ന് തങ്ങൾ ഡെക്കറേറ്റ് ചെയ്ത് വിളിച്ച ഹമാസ് താമസിയാതെ ഇസ്രായേലിനെ ഭൂമുഖത്ത് നിന്ന് തന്നെ തുടച്ചു നീക്കുമെന്ന് വീമ്പളക്കാനും അവർ മറന്നില്ല. എന്നാൽ ബന്ദികളെ മോചിപ്പിക്കാൻ വേണ്ടി ഒരു ചെറിയ ബ്രേക്ക് നൽകിയെന്നല്ലാതെ ഹമാസ് പ്രേമികൾ പറയുന്നത് പോലെയുള്ള ഒരു സമ്പൂർണ്ണ വെടിനിർത്തലിനൊന്നും ഇസ്രായേൽ തുനിഞ്ഞിട്ടില്ല. മറിച്ച്
നിതാന്ത ജാഗ്രതയോടെ ഊഴം കാത്തു നിൽക്കുന്ന തങ്ങളുടെ ഗൺ പോയിന്റിന് കീഴിൽ വടക്കൻ ഗാസ പ്രവിശ്യയ്ക്ക് കേവലം 6 മണിക്കൂർ ഷോർട്ട് ബ്രേക്ക് കൊടുത്തു, അത്രയേ ഉള്ളൂ. അതിനകത്ത് ബന്ദികൾ പുറത്തു വരണമെന്ന് ഇസ്രായേൽ കർശനമായി പറഞ്ഞിരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ തടവിലാക്കപ്പെട്ടവരെ മോചിപ്പിക്കുമെന്നാണ് വിവരമെങ്കിലും ബോംബാക്രമണത്തിന് ശമനമൊന്നുമില്ലായിരുന്നു താനും. എന്നാൽ ഇറാൻ കൊലവിളിയുമായി ഇതിൻ്റെ ഇടയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഇപ്പോഴത്തെ വെടിനിർത്തൽ എന്നേക്കുമുള്ളതായിരിക്കണമെന്നും ഇനി ഇസ്രായേൽ യുദ്ധത്തിനിറങ്ങിയാൽ യുദ്ധം പശ്ചിമേഷ്യ മുഴുവൻ വ്യാപിപ്പിക്കുമെന്നും ഇസ്രായേലിനെ ചുട്ടരിക്കുമെന്നുമൊക്കെ ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ ഒമർ അബ്ദുള്ള ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇത് താൽക്കാലിക വെടിനിർത്തൽ മാത്രമാണെന്നും 240 ഇസ്രായേൽ തടവുകാരെയും മോചിപ്പിക്കുമെന്നും ഹമാസിനെ ഭൂമുഖത്തു നിന്ന് തന്നെ പൂർണ്ണമായി തുടച്ചു മാറ്റുമെന്നും ബെന്യാമിൻ നെതന്യാഹു ശക്തമായി തന്നെ മറുപടി പ്രസ്താവിച്ചിരിക്കുകയാണ്. ഇതിനിടയിൽ അൽ-ഷിബ ആശുപത്രിയിൽ ടെററിസ്റ്റ് ഓപ്പറേഷനിൽ ഏർപ്പെട്ട IDF ഹമാസ് ഭീകരതയുടെ കൂടുതൽ തെളിവുകളുമായി രംഗത്ത് വന്നു. കണ്ണിൽ ചോരയില്ലാത്ത തീവ്രവാദികളെ പോരാളികളാക്കിക്കൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയ തൊഴിലാളികളും ചില സിൻഡിക്കേറ്റ് മാധ്യമങ്ങളും പ്രചണ്ഡമായി നടത്തിയ എല്ലാത്തരം വെള്ളപൂശലുകളെയും പൊളിച്ചടുക്കിക്കൊണ്ട് ഹമാസിൻ്റെ ഭീകരകൃത്യങ്ങൾ ഓരോന്നോരോന്നായി പുറത്തു വിട്ടുകൊണ്ടിരിക്കുകയാണ് IDF. ലോകത്ത് നിന്ന് മുഴുവനും കരഞ്ഞു വാങ്ങിയതും ഇരന്നു വാങ്ങിയതുമെല്ലാം കൂടി കൊടുത്ത് ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും വാങ്ങിക്കൂട്ടി വെച്ചിരിക്കുന്ന അൽ-ഷിഫ ആശുപത്രിയുടെ കീഴിലുള്ള അറകളൊക്കെയും IDF മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ തുറന്ന് വെച്ച് കാണിച്ചു കൊടുക്കുകയാണ്. അൽ-ഷിഫ ആശുപത്രിയുടെ ബിൽഡിങ്ങിന് കീഴിൽ ഹമാസ് തുറന്നുണ്ടാക്കി വച്ചിരിക്കുന്ന തുരങ്കങ്ങളുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകുന്ന വീഡിയോ ആണിത്. തുരങ്ക കവാടത്തിൽ നിന്ന് 55 മീറ്റർ നീളത്തിലുള്ള വാതിലിനപ്പുറത്ത് AC മുറികളും ഒളിത്താവളങ്ങളും ലിഫ്റ്റുകളും അടുക്കളകളും ടോയ്ലറ്റുകളും തുരങ്കത്തിലെ ആഡംബര ജീവിതത്തിനാവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും ആശുപത്രിക്ക് ലഭിച്ച പണം കൊണ്ട് ഭീകരന്മാർ സജ്ജീകരിച്ചിരിക്കുകയാണ്. ഹമാസിൻ്റെ ഭീകരതയെ ഉറപ്പിക്കുന്ന കൂടുതൽ തെളിവുകൾ പുറത്തുവിടുവാൻ അൽ-ഷിഫ ഹോസ്പിറ്റലിനുള്ളിൽ തങ്ങളുടെ സൈന്യം ഇപ്പോഴുമുണ്ടെന്നും ഇതുവരെ പുറത്തു വന്ന തെളിവുകൾ തുടക്കം മാത്രമാണെന്നും തങ്ങളുടെ തെരച്ചിലിൻ്റെ അവസാനം ഏവരെയും ഞെട്ടിക്കുന്ന തെളിവുകൾ ഞങ്ങൾ ലോകത്തിൻ്റെ മുൻപിൽ പ്രദർശിപ്പിക്കുമെന്നും ഇസ്രായേൽ സൈനിക വക്താവ് ലഫ്റ്റനന്റ് കേണൽ ജോനാഥൻ കോൺട്രിക്കസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെ നന്നായി മാർക്കറ്റ് ചെയ്ത് ഇസ്ലാമിക സമൂഹത്തെ പ്രീണിപ്പിച്ച് വരുതിക്ക് നിർത്താനും അധികാര രാഷ്ട്രീയത്തിൽ നേട്ടമുണ്ടാക്കാനും നാടുനീളെ പാലസ്തീൻ റാലിയും സമ്മേളനവുമൊക്കെയായി നന്നായി പണിയെടുത്തുകൊണ്ടിരുന്നവരുടെ ചങ്ക് തകർക്കുന്ന ഒരു വാർത്തയാണ് ലോകത്തിലെ പ്രധാനപ്പെട്ട മുസ്ലിം രാഷ്ട്രമായ സൗദി അറേബ്യയിൽ നിന്ന് കേൾക്കുന്നത്. പാലസ്തീൻ ഐക്യദാർഢ്യവും ഗാസവാദവുമായി അവിടെ ചെന്നവരെ തൂക്കിയെടുത്ത് അകത്തിട്ടിരിക്കുകയാണ് സൗദി അറേബ്യ. രാജ്യാന്തര നയതന്ത്ര സഹകരണങ്ങൾക്കപ്പുറത്ത് മത അജണ്ടകൾ ഉയർത്തിക്കാട്ടി ഇസ്ലാമിക മതവികാരം ഇളക്കി വിടുവാനുള്ള തരികിട നമ്പറുകളുമായി ഗാസയെന്നും പലസ്തീനെന്നുമൊക്കെ പറഞ്ഞ് മക്കയിലെയും മദീനയിലെയും പുണ്യസ്ഥലങ്ങളിൽ ചുറ്റിത്തിരിഞ്ഞവരെയെല്ലാം സൗദി അറേബ്യൻ ഭരണകൂടം അറസ്റ്റ് ചെയ്ത് തടവിലാക്കി. ലോകത്തിലെ പ്രധാനപ്പെട്ട ഇസ്ലാമിക രാഷ്ട്രമായ സൗദി അറേബ്യ അങ്ങനെ അങ്ങേയറ്റം ശ്ലാഘനീയമായ ഈ നടപടി കൈക്കൊണ്ടതോടെ തീവ്രവാദികളെ ഉന്മൂലമാക്കാനുള്ള ഇസ്രായേലിൻ്റെ പോരാട്ടങ്ങൾക്കിടയിലേക്ക് മതവും കുത്തിക്കയറ്റി ഇസ്ലാമിക സമൂഹത്തെ സ്ക്രൂ ചെയ്ത് വെള്ളം കലക്കി മീൻ പിടിക്കാനുള്ള ചില രാഷ്ട്രീയ കോമരങ്ങളുടെ ചാടിത്തുള്ളലുകളാണ് ഇതോടെ പൊളിഞ്ഞടുങ്ങിപ്പോയത്. പലസ്തീൻ്റെ പേരും പറഞ്ഞ് ഹമാസിന് വാഴ്ത്തുപാട്ട് പാടി നേട്ടം കൊയ്യാനിറങ്ങിയ സകലരുടെയും മർമ്മത്ത് തന്നെയാണ് സൗദി അറേബ്യ ഈ ധീരമായ നടപടിയിലൂടെ ആഞ്ഞ് പ്രഹരിച്ചിരിക്കുന്നത്. പക്ഷേ ഈ കൊച്ചു കേരളത്തിലെ
രാഷ്ട്രീയക്കാർക്ക് മാത്രം ഇതൊന്നും മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് ഏറെ വിചിത്രമായിരിക്കുന്നത്. പക്ഷേ സാധാരണക്കാർക്ക് നല്ലതായിട്ട് മനസ്സിലാകുന്നുണ്ട്. വെറും 4 വോട്ടുകൾക്ക് വേണ്ടിയുള്ള പ്രീണനം മാത്രം. അതിവിടുത്തെ മുസ്ലിം സമുദായം തിരിച്ചറിയണം. ഈ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് നിങ്ങളോട് എന്തെങ്കിലും പ്രത്യേകിച്ച് സ്നേഹമുണ്ടായിട്ടല്ല, മറിച്ച് നിങ്ങളുടെ വോട്ട് മാത്രം അവരുടെ ലക്ഷ്യമാണ്. ന്യൂസ് കാൻ ഈ ആഴ്ച സമാപിക്കുന്നു. വീണ്ടും അടുത്തയാഴ്ച.